Hi students, now we are moving to section 3.7 applications of number theory. Adala theorem 1 ആണ്. If a b are two integers, then there exist two integers s and t such that GCD of ab equal to sa plus tb. a b രണ്ട് integers ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് a യുടെ b യുടെ GCD നെ a ന്റെയും b ന്റെയും ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതാൻ പറ്റും. ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതായത് s into a plus t into b. Okay, one scalar into a plus another scalar into b. ഈ ഫോമിൽ എഴുതുന്നതിനാണ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ GCD of AB നെ a യുടെയും b യുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. ഇനി എങ്ങനെയാണ് നോക്കുക ഇത്? സോ എക്സ്പ്രസ് GCD of 252 and 198 is equal to 18 as a linear combination of 252 and 198. Okay, 252 ന്റെ 198 ന്റെയും GCD 18 ആണ്. 18 നെ ഇതിന്റെ രണ്ടിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും നമുക്ക് കാണിക്കണം. ഓക്കെ, അപ്പൊ ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ആണ്. അത് വെച്ചിട്ട് 252 198 എന്ന രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ എ ബി രണ്ട് നമ്പർ ആണെങ്കിൽ എങ്ങനെ എഴുതാറുണ്ട്? a equal to bq plus r എന്ന ഫോമിൽ എഴുതാന്ന് പറഞ്ഞല്ലേ? ഡിവിഷൻ അൽഗോരിതത്തിൽ പറഞ്ഞായിരുന്നു a equal to bq plus r എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. അപ്പൊ ഈ കേസിൽ എങ്ങനെയാണ്? 252 is equal to 198 into q plus r എന്ന് എഴുതാം. അതിന് q r കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 252 നെ 198 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 1 ടൈമേ ഉള്ളൂ. സോ റിമൈൻഡർ വിൽ ബി 54 അല്ലേ? 54 ആയിരിക്കും റിമൈൻഡർ. സോ ഇനി എങ്ങനെ എഴുതാം? 1 into 198 പ്ലസ് റിമൈൻഡർ അല്ലേ? ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി എഗെയിൻ ഞാൻ ഈ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം വീണ്ടും ഈ രണ്ട് നമ്പേഴ്സിന് അപ്ലൈ ചെയ്യണം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 198 is equal to 198 ഉം 54 ആണ് അടുത്ത ഞാൻ എടുക്കുന്നത്. സോ 198 നെ 54 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ it will be 3 times, that is 12, 162 വരും, റിമൈൻഡർ 36. സോ 3 into 54 പ്ലസ് 36 എഴുതാം. ഇനി ഞാൻ എടുക്കുന്നത് 54 ഉം 36 ഉം ആണ്. സോ 54 is equal to 54 divided by 36 എന്ന് പറയുമ്പോൾ 1 ടൈംസ് ആണ് 36 ഉള്ളത് അല്ലേ? 36 പ്ലസ് 18, റിമൈൻഡർ 18 ആണ് അല്ലേ? 36 പ്ലസ് 18 ആണ് 54. സോ 54 നെ എനിക്ക് ഇങ്ങനെ എഴുതാം. ഇനി അഗൈൻ 36 എടുത്താലോ? 36 equal to 36 ഉം 18 ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും 2 into 18 പ്ലസ് 0 എന്ന് വരും. സോ ഈ രീതിയിൽ ഞാൻ ഇങ്ങനെ 258 നെ 198 ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് റിമൈൻഡർ 0 വരുന്ന ആ സ്റ്റെപ്പ് വരെ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിവൈസർ ഉണ്ടല്ലോ. ഓക്കെ, റിമൈൻഡർ 0 ആവുന്ന സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന ഡിവൈസർ ആണ് നമ്മുടെ GCD എന്ന് പറയുന്നത്. GCD കണ്ടുപിടിക്കാനുള്ള മെത്തേഡും കൂടെയാണ് ഇത്. രണ്ട് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ച് ഇങ്ങനെ എഴുതുക. ആദ്യം 252 ഡിവൈഡഡ് ബൈ 198 ചെയ്തപ്പോൾ ക്വോഷ്യന്റ് 1 റിമൈൻഡർ 54 കിട്ടി. അഗൈൻ 198 54 എടുത്തു, യൂക്ലിഡ്സ് ഡിവിഷൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് റിമൈൻഡർ 0 വരുന്ന സ്റ്റെപ്പ് എത്തുമ്പോൾ അവിടെ ഡിവൈസർ ഏതാണോ ആ ഡിവൈസർ ആയിരിക്കും GCD. സോ ഇവിടെ ഡിവൈസർ 18 ആണ്. ആ 18 ആണ് GCD എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ വേണ്ടത് ഈ GCD നെ 252 ന്റെയും 198 ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റെപ്പിൽ നിന്ന് ഇവിടെ 18 ഉള്ള സ്റ്റെപ്പ് ഇതാണ് അല്ലെ? 18 ഉള്ള സ്റ്റെപ്പിൽ നിന്ന് ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. (18) is equal to 54 minus 1 into 36 എന്ന് എഴുതും അല്ലേ? ഈ let this be 1, 2, 3 and 4.
ഇത് ഫ്രം 3 എന്നാണ് കേട്ടോ. തേർഡ് ഇക്വേഷനിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ കിട്ടുന്നത് 18 is equal to 54 minus 1 into 36. ഇനി എനിക്ക് വേണ്ടത് എന്താണ് 36ന് പകരം അല്ലേ 36ന് പകരം 54 മൈനസ് 1 into 36ന് പകരം എനിക്ക് എന്ത് എഴുതാം 198 മൈനസ് 3 into 54 എന്ന് എഴുതാം. 198 മൈനസ് 3 into 54 അല്ലേ 36ന് പകരം എനിക്ക് 198 മൈനസ് 3 into 54 എന്ന് എഴുതാം. ഇതെങ്ങനെയാണ് ഫ്രം സെക്കൻഡ് ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ. അഗൈൻ ഇനി 54ന് പകരം എനിക്ക് എന്ത് എഴുതാം 252 മൈനസ് 1 into 198 എന്ന് എഴുതാം. സോ ഇവിടെ ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും 54 മൈനസ് 198 പ്ലസ് 3 into 54 എന്നായിരുന്നു 54 അല്ലെ. ഈ മൈനസ് 1 കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് മൈനസ് 198 പ്ലസ് 3 into 54 എന്ന് കിട്ടി. ഇനി 54 പ്ലസ് 3 into 54 will be 4 into 54 മൈനസ് 198 എന്ന് കിട്ടും അല്ലെ. 1 into 54 പ്ലസ് 3 into 54 എന്ന് പറയുമ്പോൾ 4 into 54 ആയിരിക്കും. ഇനി 54ന് പകരം എനിക്ക് എന്ത് എഴുതാം 252 മൈനസ് 1 into 198 എന്ന് എഴുതാം ഫ്രം ഇക്വേഷൻ 1 അല്ലെ. സോ ഞാനിവിടെ 54ന് പകരം 252 മൈനസ് 1 into 198 എന്ന് എഴുതി മൈനസ് 198. ഓക്കെ, ഇതേതൊക്കെ ഫ്രം ഇക്വേഷൻ 1ൽ നിന്നായിരുന്നു. ഇനി ഇവിടെ നോക്കിയേ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ആക്കാനേ 4 into 252 minus 4 into minus 1 minus 4 into 198 minus 198, that is 4 into 252 minus 4 into 198 minus 198 minus 5 into 198. Okay, now okay, 18 is equal to 4 into 252 plus minus 5 into 198 എന്ന ഫോമിൽ കിട്ടിയല്ലേ. 252ന്റെയും 198ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് കിട്ടി അല്ലേ. SA plus BT അല്ലേ. ആ ഫോമിൽ കിട്ടണമെന്നല്ലേ പറഞ്ഞത്. എയും ബിയും 252 198 ആയിരുന്നു. എസും ബിയും എനിക്ക് എന്ത് കിട്ടി സോറി TB എസും ജി എന്താ കിട്ടിയ 4 മൈനസ് 5. സോ ഇങ്ങനെയാണ് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതി. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് so lemma 1, if a b c are positive integers such that gcd of a b equal to 1 and a divides bc, then a divides c. നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് gcd of ab is equal to 1 എന്ന് തന്നിട്ടുണ്ട്, then a divides bc എന്നും തന്നിട്ടുണ്ട് അല്ലേ. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? പ്രൂവ് ചെയ്യേണ്ടത് a divides c എന്നാണ്. ഓക്കെ, അപ്പൊ തൊട്ട് മുമ്പ് പഠിച്ച തിയറം ഉണ്ട്. തിയറത്തിൽ നമുക്ക് കിട്ടും GCD of AB നെ എനിക്ക് എങ്ങനെ എഴുതാം? ലീനിയർ കോമ്പിനേഷൻ ഓഫ് A and B, SA plus TB, where S ഉം T യും രണ്ട് ഇന്റിജേഴ്സ് ഉണ്ട് അല്ലേ. ആ രീതിയിൽ എഴുതാന്ന് പറഞ്ഞു. ഇവിടെ GCD എന്താണ്? 1 ആണ്. സോ എന്തായിരിക്കും 1 is equal to SA plus TB എന്ന് എഴുതാം. ഇനി ഈ ഹോൾ ഇക്വേഷനെ എന്ത് ചെയ്യണം? C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈയിങ് ബൈ C. അപ്പൊ എന്താവും? 1 into C is equal to SA plus TB into C. That is C is equal to SAC plus TBC എന്ന് വരും അല്ലേ. C is equal to SAC plus TBC എന്ന് വരും. ഇനി നോക്കാം, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? A divides BC എന്ന് തന്നിട്ടുണ്ട് അല്ലേ. A divides BC ആണ് അല്ലേ. അതുകൊണ്ട് എന്താണ് ഈ BC യുടെ കൂടെ വീണ്ടും ഒന്നുകൂടെ ഒരു നമ്പറോടെ മൾട്ടിപ്ലൈ ചെയ്താൽ
divides TBC. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള തിയറാണല്ലേ. If A divides B implies A divides BC. അതേപോലെ A divides BC ആണെങ്കിൽ A divides TBC. So A എന്ന് പറയുന്നത് ഈ ടേമിനെ ഡിവൈഡ് ചെയ്തു പറഞ്ഞു. ഇനി ഇത് ഓൾറെഡി A യുടെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. A into S into C A യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് വരും? A divides SAC. അതുകൊണ്ട് അപ്പൊ എന്താണ്? A divides TBC and A divides SAC. That implies A divides SAC plus TBC. പഠിച്ചിട്ടില്ലേ നമ്മള്? A divides B യും A divides C യും ആണെങ്കിൽ A divides B plus C ആയിരിക്കും. ഓക്കെ, ആ ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. A divides TBC ആണ്, A divides SAC ആണെങ്കിൽ A divides SAC plus TBC. SAC plus TBC എന്ന് പറഞ്ഞാൽ എന്താണ്? That is our C. That is A divides C. So ഇങ്ങനെയാണ് ഈ ലെമ്മയുടെ പ്രൂഫ് വരുന്നത്. സോ അടുത്തത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, hope you understand. Thank you.